അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു കായാണ് സപ്പോട്ടക്കായ ഇങ്ങനെ കായൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇവിടെ നമ്മളെ തെങ്ങൊക്കെ ഉണ്ട്, വലിയ ചിത്രശലഭം. ഇവിടെ പക്ഷേ ഇങ്ങനെ വരുന്ന വഴിയിൽ കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുണ്ട് സപ്പോട്ടയ്ക്ക, പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോകുക. നിറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിറച്ച് കായൊക്കെ ഉണ്ടായി ഗായ്സ്. പക്ഷേ ഇല്ലേ എല്ലാം പൊഴിഞ്ഞു പോവാ. കണ്ടോ, അവിടെ ഒരെണ്ണം നിലത്ത് കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗായ്സ്. വെച്ച് കളയല്ലേ, ഞാൻ ഇറങ്ങാൻ പോവാണ്. പിടിക്കാൻ ഞാൻ തന്നെ അമ്മ വീട് ഇവിടെ കയറിയാണ് കുറച്ച് കുശി പണി. ഞാൻ അവിടേക്ക് കൊമ്പിൽ എന്നെ ഇവിടെ ഞാനൊരു കള്ളക്കളി എന്നെ ഇങ്ങനെ കയറ്റിക്കേടാ അങ്ങോട്ട്. ഞാൻ പിടിക്കാം. തൊപ്പിയുണ്ട് ഇതിന്റെ മേലെ ഈ മുള്ളുണ്ട്. ഇതാണ്ട് കൊറേ നീന്താ കയറിയിരിക്കുന്നു. നല്ല രസമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ എടുക്ക കൊണ്ട് അവിടെ ഒരു വലിയ ഞാനിങ്ങനെ ആടുന്ന കറി പഴങ്ങളും അതിന് തന്നെയാണ് ഇഷ്ടം. ഇവിടെ 3 എണ്ണം ചാഞ്ഞ് കിടക്കുവാണ്. പക്ഷേ ഇത് അത്രയ്ക്കും ഉറുമ്പാണ്. ഇത് പറിച്ച എന്റെ ചേട്ടൻ കുഞ്ഞിമുത്ത് ഇത് കേറാനൊക്കെ നല്ല, പക്ഷെ അത്തേലും ഒരു കാ പോലും പഴുത്ത് കിട്ടിയാൽ എല്ലാം വാവല് കൊണ്ടുപോവാണ് ഗൈസ്. കുറെ മൂത്തതൊക്കെ ഇവിടെ വാവലൊക്കെ ഇങ്ങനെ കടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം ഈ നിപ്പയൊക്കെ ഉള്ളത് കൊണ്ടേ നമുക്ക് ഇത് തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പറിച്ചൊന്നും വെച്ച് പഴുപ്പിക്കുന്നില്ല ഗൈസ്. എല്ലാം നിപ്പ കടിച്ചോണ്ട് പോകുന്നേ. എന്നെ പൊന്നെ ഏകദേശം ചോദ്യമൊക്കെ ഉണ്ട്. അപ്പൊ മതി, അപ്പൊ ഇങ്ങ് ഇറങ്ങിക്കോ. വേണ്ട ഇനി കയറണ്ട. നമുക്കിത് കുനിച്ചു പഠിച്ച് ഇതിന്റെ ചൊനയിലങ്ങളായിട്ട് അപ്പൊ അതിനകത്ത് മണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോ. എടാ ഈ പനിയൊക്കെ ഉള്ള സമയം, അതുകൊണ്ട് അങ്ങനെ കയറി പോകണ്ട. ഇങ്ങോട്ട് ഇറങ്ങാം. അത് ഒടിഞ്ഞു പോയാ ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് പഴങ്ങളൊക്കെ ഇന്നത് കുറച്ച് പറിക്കാതെ എന്നിട്ട് നീരെങ്ങനെ എടുക്കാം. എനിക്ക് ഇതൊക്കെ പറയുള്ളൂ. നമ്മൾ കാരണം പറിച്ചു. ഇന്നത്തെ വീഡിയോ എത്രയാണ്?